ശ്രീമദ് വാത്മീകി രാമായണം ബാലകാണ്ഡം സർഗം 73 ശ്ലോകങ്ങൾ 23 മുതൽ 28 കൂടി. സുവർണപാലികാഭിശ്ച ചിത്രകുംഭൈശ്ച സാങ്കുരൈഃ അങ്കുരാഢ്യൈഃ ശരാവൈശ്ച ധൂപപാത്രൈഃ സധൂപകൈഃ. സുവർണപാലികാഭിശ്ച ചിത്രകുംഭൈശ്ച സാങ്കുരൈഃ അങ്കുരാഢ്യൈഃ ശരാവൈശ്ച ധൂപപാത്രൈഃ സധൂപകൈഃ. സുവർണപാലികാഭിശ്ച ചിത്രകുംഭൈശ്ച സാങ്കുരൈഃ അങ്കുരാഢ്യൈഃ ശരാവൈശ്ച ധൂപപാത്രൈഃ സധൂപകൈഃ. സുവർണ പൊന്ന്, പാലികാഭിഹി ചെറിയ പാത്രങ്ങളില്, ചിത്രകുംഭൈഹി അലങ്കരിച്ച കലശങ്ങളാൽ, സാങ്കുരൈഹി മുളപ്പിച്ച ധാന്യങ്ങളോട് കൂടിയ, അങ്കുരാഢ്യൈഹി മുളകളാല് സമർത്ഥമായ, ശരാവൈഹി തളികകളാല് പാത്രങ്ങളില്, ധൂപപാത്രൈഹി ധൂപകലശങ്ങളാല്, സധൂപകൈഹി ധൂപസുഗന്ധത്തോടെ, അതായത് പൊൻപാത്രങ്ങളില് അലങ്കരിച്ച പൊൻപാത്രങ്ങള്, അലങ്കരിച്ച കലശങ്ങള്, മുളച്ച ധാന്യങ്ങൾ നിറച്ച തളികകള്, പിന്നെ ധൂപസുഗന്ധമുള്ള ധൂപപാത്രങ്ങള് എന്നിവയാല് യാഗവേദി അലങ്കരിക്കപ്പെട്ടു. യാഗത്തിനോ മംഗളകർമ്മത്തിനോ വേണ്ടുന്ന എല്ലാ ശുഭസാമഗ്രികളും ഒരുക്കപ്പെട്ടിരുന്നു. അടുത്ത ശ്ലോകം. ശംഖപാത്രൈഃ സ്രുവൈഃ സൃഗ്ഭിഃ പാത്രൈരർഘ്യാദിപൂരിതൈഃ ലാജപൂർണൈശ്ച പാത്രീഭിഃ അക്ഷതൈരഭിസംസ്കൃതൈഃ. ശംഖപാത്രൈഃ സ്രുവൈഃ സൃഗ്ഭിഃ പാത്രൈരർഘ്യാദിപൂരിതൈഃ ലാജപൂർണൈശ്ച പാത്രീഭിഃ അക്ഷതൈരഭിസംസ്കൃതൈഃ. ശംഖപാത്രൈഹി ശംഖരൂപ പാത്രങ്ങളില്, സ്രുവൈഹി ഹോമത്തില് നെയ്യൊഴിക്കുന്ന ചെറിയ കരണ്ടികളാൽ, സൃഗ്ഭിഹി വലിയ ഹോമകരണ്ടികളാല്, അർഘ്യാദിപൂരിതൈഹി പൂജ സാമഗ്രികളൊക്കെ നിറച്ച, ലാജപൂർണൈഹി പൊരിച്ച നെല്ല് നിറച്ചത്, പാത്രീഭിഹി പാത്രങ്ങളാൽ, അക്ഷതൈഹി അക്ഷത അതായത് മഞ്ഞൾ ചേർത്ത അരി, അഭിസംസ്കൃതൈഹി വിശുദ്ധീകരിച്ച, അതായത് ശംഖപാത്രങ്ങൾ, ഹോമോപകരണങ്ങള്, അർഘ്യപാത്രങ്ങള്, ലാജം നിറച്ച പാത്രങ്ങള്, അക്ഷത കൊണ്ട് വിശുദ്ധമാക്കിയ സാമഗ്രികള് എന്നിവയെല്ലാം ഒരുക്കപ്പെട്ടു. പൂജയ്ക്കും ഹോമത്തിനും വേണ്ടുന്ന എല്ലാ വൈദികോപകരണങ്ങള് സമഗ്രമായിട്ട് സജ്ജീകരിക്കപ്പെട്ടു. അടുത്ത ശ്ലോകം. ദർഭൈഃ സമേഃ സമാസ്തീര്യ വിധിവൻ മന്ത്രപൂർവകം അഗ്നിമാധായ വേദ്യാം തു വിധിമന്ത്രപുരസ്കൃതം ജുഹാവഗ്നൗ മഹാതേജാഃ വസിഷ്ഠോ ഭഗവാൻ ഋഷിഃ. ദർഭൈഃ സമേഃ സമാസ്തീര്യ വിധിവൻ മന്ത്രപൂർവകം അഗ്നിമാധായ വേദ്യാം തു വിധിമന്ത്രപുരസ്കൃതം ജുഹാവഗ്നൗ മഹാതേജാഃ വസിഷ്ഠോ ഭഗവാൻ ഋഷിഃ. ദർഭൈഹി ദർഭപ്പുല്ലുകൊണ്ട്, സമാസ്തീര്യ വിരിച്ച്, വിധിവത് ശാസ്ത്രീയമായിട്ട്, മന്ത്രപൂർവകം മന്ത്രങ്ങളോടെ, അഗ്നിം ആദായ അഗ്നി സ്ഥാപിച്ച്, വേദ്യാം യാഗവേദിയില്, ജുഹാവ ഹോമം ചെയ്തു, മഹാതേജാഃ മഹാതേജസ്സുള്ള, വസിഷ്ഠഃ വസിഷ്ഠ മഹർഷി, ഭഗവാൻ ഋഷിഃ ദിവ്യനായ മഹർഷി, അതായത് ദർഭ വിരിച്ച് മന്ത്രങ്ങളോടെ യാഗവേദിയില് അഗ്നി സ്ഥാപിച്ച ശേഷം മഹാതേജസ്സുള്ള വസിഷ്ഠ മഹർഷി ഹോമം നിർവഹിച്ചു. വൈദിക വിധിപ്രകാരം യാഗകർമ്മം ആരംഭിച്ചു. അടുത്ത ശ്ലോകം.
തത സീതാം സമാനീയ സർവാഭരണഭൂഷിതാം ശ്രിയം പത്മവിയുക്താം വൈ കേശവാംഗാച്യുതാമിവ. തതഃ തുടർന്ന് സീതാം സമാനീയ സീതയെ കൊണ്ടുവന്ന് സർവാഭരണഭൂഷിതാം എല്ലാ ആഭരണങ്ങളും ധരിച്ച ശ്രീയം മഹാലക്ഷ്മിയെ പത്മവിയുക്താം താമരയിൽ നിന്ന് വേർപെട്ട കേശവാംഗാച്യുതാം ഇവ വിഷ്ണുവിന്റെ മടിയിൽ നിന്ന് ഇറങ്ങിയതുപോലെ, അതായത് എല്ലാ ആഭരണങ്ങളാലും അലങ്കരിക്കപ്പെട്ട സീതാദേവിയെ കൊണ്ടുവന്നു. അവള് വിഷ്ണുവിന്റെ മടിയിൽ നിന്നിറങ്ങി വന്ന മഹാലക്ഷ്മിയെ പോലെ പ്രകാശിച്ചു. സീതാദേവിയുടെ ദിവ്യ സൗന്ദര്യം ലക്ഷ്മി ദേവിയുമായിട്ടാണ് ഇവിടെ ഉപമിച്ചിരിക്കുന്നത്. അടുത്ത ശ്ലോകം. വിദ്യുത് പ്രഭാം വിശാലാക്ഷീം നീലകുഞ്ചിതമൂർധജാം. വിദ്യുത് പ്രഭാം വിശാലാക്ഷീം നീലകുഞ്ചിതമൂർധജാം. വിദ്യുത് പ്രഭാം മിന്നൽ പോലെ തിളങ്ങുന്ന വിശാലാക്ഷിയും വിശാലമായ കണ്ണുകളുള്ള നീലകുഞ്ചിതമൂർധജാം നീല നിറത്തിലുള്ള ചുരുണ്ട മുടിയുള്ള, അതായത് മിന്നലിന്റെ തിളക്കമുള്ളതും വിശാല നേത്രങ്ങളുള്ളതും ചുരുണ്ട നീലമുടിയുള്ളതുമായിട്ടുള്ള സീതാദേവി, ദേവിയുടെ തലമുടി നല്ലപോലെ ചുരുണ്ടിട്ട് നല്ല നീളമുള്ള നല്ല മുടിയാണ്. പിന്നെ അതെങ്ങനെയാണ് തിളങ്ങുന്നുണ്ട് മിന്നലിൻ്റെതുപോലെ. പിന്നെ നല്ല വിശാലമായിട്ടുള്ള നേത്രങ്ങളും ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ള സീതാദേവി, സീതയുടെ രൂപ സൗന്ദര്യം അത്യന്തം ദിവ്യവും മനോഹരവുമായിരിക്കുന്നു എന്നാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അടുത്ത ശ്ലോകം. ഹംസാങ്കിതേന ക്ഷൗമേന കിഞ്ചിത് പീതേന സംവൃതാം വാസിതേനോത്തരീയേണ സുരക്തേന സുസംവൃതാം. ഹംസാങ്കിതേന ക്ഷൗമേന കിഞ്ചിത് പീതേന സംവൃതാം വാസിതേനോത്തരീയേണ സുരക്തേന സുസംവൃതാം. ഹംസാങ്കിതേന ഹംസചിഹ്നങ്ങളുള്ള, ക്ഷൗമേന പാട്ടുവസ്ത്രം കൊണ്ട്, കിഞ്ചിത് പീതേന ഇളം മഞ്ഞ നിറമുള്ള, സംവൃതാം ധരിച്ച, വാസിതേന ഉത്തരീയേണ സുഗന്ധമുള്ള മേലുടുപ്പ് കൊണ്ട്, സുരക്തേന മനോഹരമായ ചുവപ്പ് നിറമുള്ള, സുസംവൃതം നന്നായി പൊതിഞ്ഞ, അതായത് ഹംസചിഹ്നങ്ങളുള്ള ഇളം മഞ്ഞ പട്ടുവസ്ത്രവും ചുവന്ന സുഗന്ധമുള്ള ഉത്തരീയവും ഒക്കെ ധരിച്ച് സീതാദേവി അതീവ മനോഹരിയായിട്ട് ദൃശ്യമായി കാണാൻ സാധിച്ചു. സീതാദേവിയുടെ വസ്ത്രാഭരണ ഭംഗി രാജസവും ദിവ്യവുമായിരുന്നു എന്ന് പറയണം. ഈ ശ്ലോകങ്ങളില് ഒരു മഹാവൈദിക ചടങ്ങിന്റെ പവിത്രമായ അന്തരീക്ഷവും അതിനുശേഷം സീതാദേവിയുടെ ദിവ്യ സൗന്ദര്യവും അതീവ കാവ്യാത്മകമായിട്ടാണ് വിവരിച്ചിരിക്കുന്നത്. യാഗവേദിയില് പൊൻപാത്രങ്ങൾ, കലശങ്ങൾ, ധൂപങ്ങൾ, ഹോമോപകരണങ്ങൾ എന്നിവയൊക്കെ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. വസിഷ്ഠ മഹർഷി ശാസ്ത്രീയമായിട്ട് ഹോമം നിർവഹിച്ചു. തുടർന്ന് സീതാദേവിയെ അവിടെ കൊണ്ടുവന്നു. സീതാദേവിയെ കാണാൻ എങ്ങനെയുണ്ട്? മഹാലക്ഷ്മിയെ പോലെ ദിവ്യ സുന്ദരിയായിട്ട് സീതാദേവി കാണപ്പെട്ടു. അവളുടെ വസ്ത്രങ്ങളും ആഭരണങ്ങളും ദിവ്യമായിട്ടുള്ള ശോഭ നൽകി. ആകെ ചേർന്ന് നോക്കുമ്പോൾ ഇത് ശ്രീ സീതാദേവിയുടെ മഹിമയും വൈദിക മംഗളച്ചടങ്ങിന്റെ പവിത്രതയും ചിത്രീകരിക്കുന്ന അത്യന്തം ഭാവന സമ്പന്നമായിട്ടുള്ള ഒരു ശ്ലോകങ്ങളാണ് നമുക്ക് ഇതിൽ കാണാൻ സാധിച്ചത്. ഒരിക്കൽ കൂടി നമുക്ക് ശ്ലോകങ്ങൾ ഒരാവർത്തി വായിക്കാം. സുവർണപാലികാഭിശ്ച ചിത്രകുംഭൈശ്ച സാങ്കുരൈഃ അങ്കുരാഢ്യൈഃ ശരാവൈശ്ച ധൂപപാത്രൈഃ സധൂപകൈഃ ശംഖപാത്രൈഃ സ്രുവേസ്രുഭിഃ പാത്രൈരർഘ്യാദിപൂരിതൈഃ ലാജപൂർണൈശ്ച പാത്രീഭിഃ അക്ഷതൈരഭിസംസ്കൃതൈഃ ദർഭൈഃ സമേ സമാസ്തീയ വിധിവന്മന്ത്രപൂർവകം അഗ്നിമാധായ വേദ്യാം തു വിധിമന്ത്രപുരസ്കൃതം ജുഹാവഗ്നൗ മഹാതേജാഃ വസിഷ്ഠോ ഭഗവാൻ ഋഷിഃ
തതഃസീതാം സമാനീയ സർവാഭരണഭൂഷിതാം ശ്രിയം പത്മവിയുക്താം വൈ കേശവാംഗാച്യുതാമിവ വിദ്യുത്പ്രഭാം വിശാലാക്ഷീം നീലകുഞ്ചിതമൂർധജാം ഹംസാങ്കിതേന ക്ഷൗമേന കിഞ്ചിത് പീതേന സംവൃതാം വാസിതേനോത്തരീയേണ സുരക്തേന സുസംവൃതാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീ ഗുരുവായൂരപ്പാ ശരണം.